രാജീവ് ആക്സസിബിൾ അല്ല, രാജീവിനെ വേഗത്തിൽ അങ്ങനെ അസസ് ചെയ്യാൻ പറ്റുന്നില്ല, അദ്ദേഹത്തിലേക്ക് കടന്നു ചെല്ലാൻ സാധിക്കുന്നില്ല. അല്ല, രാജീവ് ഇവിടെ ആരാ ആക്സസിബിൾ ആയിരുന്നത്? ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു നേതാവ് ഈസിലി ആക്സസിബിൾ ആണ്. പിണറായി ആക്സസിബിൾ ആയിരുന്നു. പിണറായി ആക്സസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ നേരിട്ട് പോയി കാണാനൊന്നും പറ്റില്ല. AK സെൻ്റെ നേരിട്ട് പോകുകയാണെങ്കിൽ അവിടുന്ന് എനിക്ക് തോന്നുന്നു റിസപ്ഷനിൽ പയ്യനിരിക്കും, ആ വിളിച്ച് മുകളിലോട്ട് വന്നിട്ടേ വിട്ടുള്ളൂ. ഓക്കെ. പിന്നെ പാർട്ടിക്കാരാണെങ്കിൽ പാർട്ടി കത്ത് കൊണ്ടുപോയാലേ കാണാൻ പറ്റുള്ളൂ. നേരിട്ട് ആക്സസ് ഇപ്പം കരുണാകരനെ കാണാൻ പോകണമെങ്കിൽ എന്താണ് അജ്മൽ ഉണ്ണിത്താൻ്റെ കത്തോ റെക്കമെൻഡേഷന് വേണ്ടിയിരുന്നു കാര്യം നടക്കണമെങ്കിൽ. ആകപ്പാടെ നമ്മുടെ ഉമ്മൻചാണ്ടി സാർ മാത്രമാണ് മുന്നിലെത്തിപ്പെടുന്ന എല്ലാവരെയും ഒരേപോലെ ഡീൽ ചെയ്തിരുന്നു. എങ്കിൽ പോലും റെക്കമെൻഡേഷൻ വരുന്ന അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ രാജീവ് എല്ലായിടത്തിനും പോകേണ്ട ആവശ്യമില്ലല്ലോ. അനുവിനെ കണ്ട് കാര്യം പറഞ്ഞാൽ മതി. അത്യാവശ്യമുള്ള അനു മുകളിലോട്ട് കിടത്തി വിടും, സുരേഷ് മുകളിലോട്ട് കിടത്തി വിടും. അത് ശരി. അപ്പോൾ ഈ രാജീവിനെ കാണാൻ പോകുന്ന എന്തിന് കാര്യം നടന്നപ്പോൾ പാർട്ടി പ്രവർത്തകരുടെ ഒരു വികാരം. പാർട്ടി പ്രവർത്തകരുടെ പണ്ടത്തെ പരിപാടി നടക്കുമ്പോൾ രാജീവ് അങ്ങോട്ട് പാർട്ടി വയ്ക്കുന്ന പ്രശ്നം ഉണ്ടെങ്കിൽ രാജീവ് ഇടപെടണമെന്നാണ് രാജീവ് ഇടപെടും. എല്ലാ ദിവസം രാജീവിനെ കണ്ടുകൊണ്ടിരിക്കണം. രാജീവ് അത് അത്യാവശ്യമായ ഒരു ഘട്ടത്തിൽ ഫോണിൽ പോലും കിട്ടുന്നില്ലെന്ന് പറഞ്ഞാൽ അത്യാവശ്യമായ ഫോൺ കിട്ടാത്ത അവസ്ഥ ഒന്നുമില്ല. അനുവിനെ വിളിച്ചാൽ മതി, അനു കണക്ട് ചെയ്ത് കൊടുക്കും. പിന്നെ സുരേഷിനെ വിളിച്ചാൽ മതി. ഓക്കെ. ഈ രണ്ടുപേരും വെറുതെ പറയുന്നത് ആണല്ലേ? അത് നിങ്ങൾ നേരിട്ട് വിളിച്ചാൽ അണ്ണാ ഇത് ഊണ് വെച്ചണ്ണാ എത്ര കോഴ്സ് ഉണ്ടായിരുന്നാ വിളിച്ച് വേഗ പാടിയുണ്ട്. ഓക്കെ. വേറൊന്ന്, ഇപ്പോൾ ഈ രാജീവ് ചന്ദ്രശേഖരൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ തീരുമാനിച്ചത് കേരളത്തിലെ കാര്യങ്ങൾ നേരിട്ട് നിയന്ത്രിക്കുന്നത് അമിത്ഷായാണെന്ന് താങ്കൾ തന്നെ പറഞ്ഞു. ഇത് ഒരു വല്ലാത്തൊരു പ്രശ്നം തന്നെ ആയിരിക്കുമല്ലേ? ഈ പരാതി പറയാനും പറ്റില്ല, കാരണം മുകളിൽ നിൽക്കുന്നത് ഒരു വലിയ ഒരു നേതാവാണ്, അമിത്ഷായാണ്. അന്ത ഭയം ഉണ്ടായിരിക്കണം. എങ്കിലും ഇവിടെ കാര്യം നടക്കും. വെറുത്തിനേക്കാൾ വിചാരിച്ച് നടന്നിട്ടില്ലല്ലോ. അപ്പോൾ ആ ഒരു പേടി ഉണ്ടാവുന്നത് നല്ലതാണ്. അതുകൊണ്ട് അമിത്ഷാ ഇങ്ങനെ ഓപ്പറേഷൻസ് വിജയമല്ലേ. സുരേഷ് ഗോപി ജയിക്കുന്നു, രാജീവ് വിജയത്തിൻ്റെ തൊട്ടടുത്തെത്തുന്നു, കോൺഗ്രസ് തുടർച്ചയായി പ്രതിപക്ഷത്തിരിക്കുന്നു.